എല്ലാ വർഷവും കൃത്യമായിട്ട് ആയുർവേദ ചികിത്സകളൊക്കെ എടുക്കുന്ന ആളാണോ നിങ്ങൾ? ചിലപ്പോൾ എല്ലാ കർക്കിടകത്തിലും നിങ്ങൾ പോയി ഒന്ന് റിജുവനേറ്റ് ചെയ്യാറുണ്ടാവും, ഫുൾ മസാജ് ഒക്കെ ചെയ്തിട്ട് അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെക്ക് ചെയ്യാറ്? നിങ്ങൾ ചിലപ്പം പല പല ഹോസ്പിറ്റൽസിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ടാവും, ഏറ്റവും ചീപ്പായിട്ട് എവിടെയാണ് തെറാപ്പി ചെയ്യുന്നത് നോക്കുന്നുണ്ടാവും അല്ലേ? ചിലപ്പോൾ ആംബിയൻസ് ഒക്കെ നോക്കി റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും പോകുന്നവരുണ്ടാവുമായിരിക്കാം. പക്ഷെ ശരിക്കും നമ്മളൊരു ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യങ്ങൾ അവിടെ നല്ല ഡോക്ടേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ്. രണ്ട്, പ്രൊഫഷണൽ ആയിട്ടാണോ അവർ തെറാപ്പി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു തെറാപ്പി ചെയ്യുന്നതും അതിൻ്റെതായ രീതിയിലായിരിക്കണം, എന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. മൂന്നാമത്, പ്രോപ്പർ ഹൈജീൻ അവരെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ കംഫർട്ടബിൾ ആണോ എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ പൈസയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമ്മൾ അത്ര കംഫർട്ടബിൾ ആയിക്കോളണം എന്നില്ല അവരുടെ സർവീസിലൊക്കെ. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു തെറാപ്പി ഓപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇത്തരം ഫാക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റിനും റിജുവനേഷനും ഒക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.